പ്രിയപ്പെട്ട പ്രേക്ഷകർ ചായ കുടിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നല്ല ഗംഭീരമായി ചായ കുടിക്കുക. നാളെ മുതൽ ചായക്കും വില കൂടാൻ പോവുക. എങ്ങനെയാണെന്നറിയാവോ? സംസ്ഥാനത്ത് മിൽമ നാളെ മുതലല്ല, ഇന്നു മുതൽ സംസ്ഥാനത്ത് മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ലിറ്റർ 1, 2 അല്ല 4 രൂപയാണ് കൂട്ടിയത്. മിൽമ തൈരിന്റെ കിലോയ്ക്ക് 10 രൂപ കൂടും. അപ്പോൾ ചായ കുടിയും മുട്ടാണ്. ചായ കുടി ഏതാണ്ട് കട്ടൻ ചായയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. തേയില വില കൂട്ടാതിരുന്ന നല്ലത്. അതെ അതെ അതെ. ദീപക് ചർമ്മടമുണ്ട് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകാനായി. ദീപക്, ഗുഡ് മോർണിംഗ്. രാവിലെ എത്ര സുഖകരമായ വാർത്തയില്ല, പ്രത്യേകിച്ച് ചായപ്രേമികളെയൊക്കെ സംബന്ധിച്ച് കുറേ ചായ വേണ്ടതാണ്. ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 3, 4 ചായ കുടിക്കുന്നവരൊക്കെയാണ്. ഞാനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് കേട്ടോ. ദീപക് എങ്ങനെയാണ്? ഒരു ചായ അഡിക്റ്റ് ആണോ? പാലിന് വില കൂട്ടുമ്പോൾ പണിയാവുമോ നമുക്ക്? ഹാഷ്മി, അമൃത, വെരി ഗുഡ് മോർണിംഗ്. ഈ രണ്ടുപേരും വീട്ടിലേക്ക് പാല് മേടിക്കാറുണ്ടോ? കാശ് കൊടുത്ത് പാല് മേടിച്ച് മിൽമ ബൂത്തുനിന്ന് വീട്ടിലേക്കോ ഫ്ലാറ്റിലേക്കോ പോകുന്ന പതിവുണ്ടോ? ഉറപ്പായിട്ടും. അല്ല ദീപകേട്ടാ, നാട്ടിലെ പശുവൊക്കെ അതും പണ്ടായിരുന്നു. നാട്ടിൽ 3-4 പശുവൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ പശു ഉണ്ടോ? ഫ്ലാറ്റിൽ എവിടെ പശുവിനെ കിട്ടി, എവിടെ പാല് കറക്കാൻ? ദീപകേട്ടാ, അത് തന്നെ അവസ്ഥ. ഏതായാലും അവസ്ഥ എന്താ അറിയോ? ഈ മിൽമ ബൂത്തിൽ വരുന്ന സമയത്ത് ഒരു നിരാശ, ശോകമുഖമായ അവസ്ഥയാണ്. കാരണം മിൽമ ബൂത്തുകാർക്ക് പാല് കച്ചവടത്തോടൊപ്പം ഈ ചായ കച്ചവടമാണ് ഒരു അധിക വരുമാനമായി വരുന്നത്. പക്ഷേ ഇപ്പോൾ പാൽ ചായ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാനിപ്പോൾ കോഴിക്കോട് SM സ്ട്രീറ്റിലെ നമ്മുടെ PM താജ് റോഡിലെ മിൽമ ബൂത്തിലാണുള്ളത്. ഈ മിൽമ ബൂത്ത് കാണുമ്പോൾ തന്നെ അറിയാം, മൂപ്പരുടെ മുഖത്ത് കാണാം ഒരു ചെറിയ സങ്കടം. അപ്പം എന്തൊക്കെ അവസ്ഥ? എത്ര ഉറുപ്പിയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്? ഭയങ്കര വിലയല്ലേ കൂട്ടി? ലിറ്ററിൻ്റെ മുകളിൽ 4 റുപ്യ. അപ്പോൾ ഒരു 500-ന് 30 റുപ്യ, 28-ന് 30 റുപ്യ. ഇത് സത്യത്തിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടാണ്. അതുപോലെ നിങ്ങൾ ഈ പാൽ ചായ കൊടുക്കുന്ന പരിപാടി നിർത്താൻ പോകല്ലേ? നിർത്തില്ല, നമുക്ക് കൊടുക്കും. ഇനി കൊടുക്കും. ചായ ആൾക്കാർക്ക് ചായ കുടിക്കണമല്ലോ. ഇനിയിപ്പോൾ ചായക്ക് വില കൂട്ടണ്ടേ? അത് കൂട്ടും. എത്ര റുപ്യാക്കും? ഏകദേശം ഉറപ്പിച്ചില്ല. കാരണം മിനിമപ്പത്തിൽ അങ്ങനെ വല്ല കുടിക്കാൻ പറ്റില്ല. 2 റുപ്യ കൂട്ടുമ്പോൾ. ഓക്കെ, താങ്ക് യു. ഇതാ ആഷ്മി കേട്ടല്ലോ. ആഷ്മി നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ പോലെയാണ്, നാളെ മുതൽ ചായക്ക് വില കൂട്ടേണ്ടി വരും. കാരണം ഇന്നു മുതൽ പാലിന് വില കൂടി കഴിഞ്ഞു. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ട്രെൻഡ് എന്താ അറിയും? ഇപ്പം ഈ കട്ടൻ ചായയിലേക്ക് മാറുന്ന രീതിയിൽ നമ്മളെ ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിയൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ട് നേരത്തെ തന്നെ കട്ടൻ ചായയിലേക്ക് മാറിയെന്നാണ്. അപ്പോൾ വർഷ രാവിലെ പറഞ്ഞത് കട്ടൻ ചായയിലേക്ക് മാറുന്നതാണ് നല്ലത്, എന്നാൽ പിന്നെ പാല് വില കൂടിയ പാല് മേടിക്കണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ ശരാശരി മലയാളി സാധാരണഗതിയിൽ ഒരു പാലൊഴിച്ച ചായയും ഒരു പത്രവുമായാണ് പ്രഭാതം തുടങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇടുത്തിയായാണ് ലിറ്ററിന് 4 രൂപ കൂടുന്നത്. മറ്റൊന്ന്, ഈ ചൂടുകാലത്ത് മോര് കുടിക്കുന്നത് ഒരു ഫാഷനാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഹെൽത്തിയാണ്. പക്ഷേ തൈരിന് കൂടിയത് വലിയ വിലയാണ്. അപ്പോൾ ചേട്ടാ, ചായ കുടിക്കാൻ വന്നതാണോ? ഈ പാലിൻ്റെ വില കൂടിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പാലിൻ്റെ വില കൂടി അഭിപ്രായം എന്ന് വെച്ചാൽ പാലിന് വില കൂട്ടാൻ പാടില്ല. ഇപ്പോൾ ഒന്നാമത് മൊത്തത്തിൽ ചായ കിട്ടാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിന് വില കൂടി, ഗ്യാസിന് വില കൂടി, എല്ലാം കൂടി മൊത്തത്തിൽ പ്രശ്നമാണ്. മൊത്തത്തിൽ ശോകമല്ലേ? ഇതാ ആഷ്മി, മൊത്തത്തിൽ അവസ്ഥ ശോകമാണ്. കാരണം പല കടകളിൽ നിന്നും ചായ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫ്ലാസ്കിലെ ചായയാണ്. കാരണം ഒന്ന്, ഈ ഗ്യാസിന് വില കൂടിയത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ചായക്കടക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ മിൽമയ്ക്ക് ലിറ്ററിന് ഇത്രയും തുക. പാലിന് വില കൂടി. എന്താ ചേച്ചിയുടെ അഭിപ്രായം? പാലിന്, മിൽമ പാലിന് വില കൂടിയിട്ടുണ്ട്. കൂടി എന്തുകൊണ്ടാണ്? ഗ്യാസിൻ്റെ പ്രശ്നം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സഹകരിക്കണം. അല്ല, ഈ പാലിന് വില കൂടിയ ഒരു ബുദ്ധിമുട്ടല്ലേ? അത് ബുദ്ധിമുട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആഷ്മി, ഇതാണ് അവസ്ഥ. പൊതുവിൽ പാലിന്, മിൽമ പാലിന് വില കൂടിയത് കാരണം മിൽമയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന പാല്. ആഷ്മി പറഞ്ഞ പോലെ പഴയ പശുവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടിലേക്ക്, ഒരു ക്രൈസിസിലേക്ക് തന്നെ മലയാളിയെ ചെറുതായെങ്കിലും തള്ളിവിടുന്നു എന്നുള്ളതാണ് വസ്തുത. ആഷ്മി, അമൃത. ഓക്കെ, ദീപക് ധർമ്മടമാണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതാണ് അവസ്ഥ. കട്ടൻ ചായ ആണ് ആരോഗ്യകരം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കട്ടൻ ചായ കുടിച്ചാൽ ഒരു മജയുണ്ട്, ഒരു ഗുമ്മ്. ചായ കുടിച്ചതിൻ്റെ ഒരു ഫീൽ കിട്ടുമോ അല്ലേ? പ്രശ്നമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.